പ്രാർത്ഥനയുടെ സ്വാധീനവും ശക്തിയും വളരെ വലുതാണ്. നാം പ്രാർത്ഥിക്കാതിരുന്നാൽ നാം ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോകുന്നു. ശക്തിയേറിയ പ്രാർത്ഥന പാപങ്ങളെ ഇല്ലാതാക്കും, പരീക്ഷയെ അകറ്റും, രോഗങ്ങളുടെ മേൽ ജയം പ്രാപിപ്പാൻ ഇടവരുത്തും, ശത്രുവിൻ്റെ പരിശോധനകളെ ജയിപ്പാൻ തക്കവണ്ണം നമ്മെ ബലവും ശക്തിയുമുള്ളവരാക്കി തീർക്കും. ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടവരും എന്ന് 1 ശമൂവേലിന്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യത്തിൽ പറയുന്നു. അതെ, പ്രാർത്ഥിക്കാതിരുന്നാൽ ദൈവത്തോട് പാപം ചെയ്യുന്ന ഒരു അവസരം നമ്മുടെ ജീവിതത്തിൽ വരികയാണ്. പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നാം ദൈവത്തോട് ഇടപഴകുകയും ദൈവവുമായി അഭേദ്യമായി ബന്ധം പുലർത്തുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കുകയും ചെയ്യും. അതെ, സർദീസിലെ സഭയെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായി ആത്മീക മരണം അവർക്ക് സംഭവിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവരെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം, ജീവനുള്ളവർ എന്ന് നിനക്ക് പേരുണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു എന്ന് പറയുന്നു. പിന്നെയും 3-ാം അധ്യായം 2-ാം വാക്യം, ഉണർന്നുകൊള്ളുക, ചവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. അതെ, ദൈവവചനം പറയുകയാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കാതിരുന്നാൽ നാം ദൈവസന്നിധിയിൽ പാപം ചെയ്യുന്നു. അതെ, 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 40-ാം വാക്യം, എപ്പോഴും എൻ്റെ ദൈവമേ, ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് നിന്റെ കണ്ണ് തുറന്ന് നിന്റെ ചെവി ശ്രദ്ധിച്ച് ഇരിക്കണം. അതെ, ഇപ്പോഴും ദൈവമേ, ഞാൻ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് നിന്റെ കണ്ണ് തുറന്നും ചെവി ശ്രദ്ധിച്ചും കൊണ്ട് ഇരിക്കണം. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു, അവൻ ചെവി എഴുതിയെക്കുറിച്ചാണ് എന്റെ നിലവിളി കേട്ടു. ദൈവത്തോട് നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയുടെയും പ്രാർത്ഥന അസാധുവായി പോകത്തില്ല. അത് ജീവിക്കും. കണ്ണുനീരിൻ്റെ പ്രാർത്ഥനകൾ ഒരിക്കലും നശിച്ചു പോകത്തില്ല. അത് 30, 60, 100 മേനിയായി ഫലം കായ്ച്ച് നേതൃത്വം വിടുതലായി ചെയ്യും.